സുഹൃത്തുക്കൾക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം 54th GST കൗൺസിലിന്റെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു റെക്കമെൻഡേഷനായ RCM ഓൺ റെന്റ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഇതിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇത് ആരാണ് ഇത് അടയ്ക്കേണ്ടത്, ആർക്കാണ് ഇതിൻ്റെ ലയബിലിറ്റി വരുന്നത് എന്ന് തൊട്ടാണ് പ്രാബല്യം. ഇതിൻ്റെ IPTയുടെ കാര്യം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉള്ളതുകൊണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്തത്. അപ്പോൾ 9/2024 എന്ന സെൻട്രൽ ടാക്സ് റേറ്റ് 9/2024 8/10/2024 എന്ന നോട്ടിഫിക്കേഷനിലൂടെയാണ് 54th GST കൗൺസിൽ ഈ ഒരു RCM ഓൺ റെന്റ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 8-ാം തീയതി ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ പ്രാബല്യം 10/10/2024 തൊട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായി വിത്ത് എഫക്റ്റ് ഫ്രം 10/10/2024. 9(3) അതായത് RCM അടയ്ക്കുന്ന സെക്ഷനായ 9(3) എന്നുള്ള സെക്ഷനിലാണ് അമെൻമെൻറ്റ് വരുത്തി 13/2017 സെൻട്രൽ ടാക്സ് റേറ്റ് 28/6/2017 സെൻട്രൽ ടാക്സ് റേറ്റിൻ്റെ 13/2017 എന്നുള്ള നോട്ടിഫിക്കേഷനിൽ അമെൻമെൻറ്റ് വരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സർവീസ് ബൈ വേ of renting of any property other than residential dwelling. അപ്പോൾ 54th കൗൺസിലിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്, പാർപ്പിട ആവശ്യത്തിനല്ലാത്ത എല്ലാ പ്രോപ്പർട്ടിക്കും ഇങ്ങനെ ഒരു RCM ബാധകമാണെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കപ്പെടുന്നത്. ഇതിൽ ഈ എനി രജിസ്റ്റേർഡ് പേഴ്സൺ, എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ, എനി രജിസ്റ്റേർഡ് പേഴ്സൺ, ഏതെങ്കിലും അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ ഒരു രജിസ്റ്റേർഡ് ഡീലർ ഓക്യുപ്പൈ ചെയ്യുവാണെങ്കിൽ ആ രജിസ്റ്റേർഡ് ഡീലർക്ക് ഒരു RCM ലയബിലിറ്റി വരുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് തന്നെ ഒരു തിരുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 22/10/2024 എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നൊരു തിരുത്തും കൂടി ഉണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയ നോട്ടിഫിക്കേഷനിൽ എനി പ്രോപ്പർട്ടി എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രാബല്യത്തിൽ വന്നത് 10/10 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇനി ഇത് ആർക്കാണ് ബാധകം, എങ്ങനെയാണ് ബാധകം, ഇതിൻ്റെ IPT എങ്ങനെയാണ്, നമ്മളുടെ റിട്ടേൺ മുഖാന്തരം ഇത് എങ്ങനെയാണ് നമ്മളിത് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഏത് നോട്ടിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായി. 9/2024, അതുപോലെ തന്നെ ഒരു തിരുത്ത് വന്നത് 22/10/2024. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് ഈ ഒരു RCM ഓൺ റെന്റ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. 10/10 മുതലാണ് 9/2024 എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇതിൻ്റെ GST ആപ്ലിക്കബിലിറ്റി ആർക്കൊക്കെയാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിൻ്റെ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്യുന്നെങ്കിൽ ആർക്കൊക്കെയാണ് അതിൻ്റെ ലയബിലിറ്റി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ടെനൻറ്റിൻ്റെ സ്റ്റാറ്റസ്, ലാൻഡ് ലോഡിൻ്റെ സ്റ്റാറ്റസ്, അതിൻ്റെ GST ആപ്ലിക്കബിലിറ്റി, ആർക്കാണ് GST അടയ്ക്കുന്നത്, അതിൻ്റെ ITC, ഇതാണ് നമ്മൾ നോക്കുന്നത്. ടെനൻറ്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ, വാടകയ്ക്ക് എടുക്കുന്ന ആൾ രജിസ്റ്റേർഡ് അല്ല, വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അവിടെ ഒരു GST ലയബിലിറ്റിയേ വരുന്നില്ല, GSTയുടെ പെർവ്യൂവിൽ വരുന്നില്ല. ഇനി ടെനൻറ്റ് വാടകയ്ക്ക് എടുക്കുന്ന ആൾ രജിസ്റ്റേർഡ് അല്ല, എന്നാൽ വാടകയ്ക്ക് കൊടുത്ത ആൾ രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ വരികിൽ വാടകയ്ക്ക് കൊടുത്ത ലാൻഡ് ലോഡ് 18% ഫോർവേഡ് ചാർജിൽ ലാൻഡ് ലോഡ് അടയ്ക്കുന്നു. അതിന് ITC ഈ രജിസ്റ്റേർഡ് അൺരജിസ്റ്റേർഡിന് ആവശ്യമില്ലല്ലോ, അയാൾക്ക് ആവശ്യമില്ല. ടെനൻറ്റിന് ITC ഇല്ല, ക്ലെയിം ഇല്ല. അപ്പോൾ ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് ആണെങ്കിൽ 18% ഫോർവേഡ് ചാർജിലാണ് അടയ്ക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും GST ഇല്ലെങ്കിൽ GST പെർവ്യൂവിൽ വരില്ല. ടെനൻറ്റ് രജിസ്റ്റേർഡ് അല്ല, ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ ഫോർവേഡ് ചാർജിൽ അടയ്ക്കും, അവിടെ RCMത്തിൻ്റെ കാര്യം വരുന്നില്ല. പിന്നെ രണ്ടുപേരും രജിസ്റ്റേർഡ് ആണ്, വാടകയ്ക്ക് കൊടുക്കുന്ന ആളും രജിസ്റ്റേർഡ് ആണ്, വാടകയ്ക്ക് എടുക്കുന്ന ആളും രജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെയും 18% ലാൻഡ് ലോഡാണ് FCM ഫോർവേഡ് ചാർജ് വഴി എടുക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ 3 കാര്യത്തിലും ഇതിനകത്ത് നമുക്ക് ആദ്യത്തതിന് GST ആപ്ലിക്കബിൾ അല്ല, രണ്ടാമത് ടെനന്റ് രജിസ്റ്റേർഡ് അല്ല, ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് ആണെങ്കിൽ FCM, രണ്ടുപേരും രജിസ്റ്റേർഡ് ആണെങ്കിൽ FCM. ഇനി കോമ്പോസിഷൻ ഡീലറാണ്. ടെനന്റ് വാടകയ്ക്ക് എടുത്ത ആൾ ഒരു കോമ്പോസിഷൻ ഡീലറാണ്, വാടകയ്ക്ക് കൊടുത്ത ആൾ ഒരു റെഗുലർ ഡീലർ ആണെങ്കിൽ അവിടെ 18% ഫോർവേഡ് ചാർജിൽ ലാൻഡ് ലോഡാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സാഹചര്യത്തിലും ഫോർവേഡ് ചാർജാണ് ആപ്ലിക്കബിൾ. ടെനന്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ FCM ലാൻഡ് ലോഡ് അടയ്ക്കും, രണ്ടുപേരും രജിസ്റ്റേർഡ് ആണെങ്കിലും ലാൻഡ് ലോഡ് അടയ്ക്കും, കോമ്പോസിഷൻ ഡീലറിനാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നെങ്കിലും ലാൻഡ് ലോഡ് ഫോർവേഡ് ചാർജിൽ അടയ്ക്കും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ RCFത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നത്. ടെനന്റ് കോമ്പോസിഷൻ ഡീലറാണ്, എന്നാൽ ലാൻഡ് ലോഡ് രജിസ്റ്റേർഡേ അല്ല, GSTയിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഈ കോമ്പോസിഷൻ ഡീലർ 18% RCM അടയ്ക്കണം. എന്നാൽ കോമ്പോസിഷൻ ഡീലറിന് ITC ആപ്ലിക്കബിലിറ്റി ഇല്ല, ITC അവർക്ക് എടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ITC ഇല്ല, 18% കോമ്പോസിഷൻ ഡീലർ അടയ്ക്കണം. ഇനി രജിസ്റ്റേർഡ് ടെനന്റ് രജിസ്റ്റേർഡ് ആണ്, എന്നാൽ ലാൻഡ് ലോഡ് ടെനന്റ് റെഗുലർ രജിസ്റ്റേർഡ് ഡീലറാണ്, ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ 18% RCM ടെനന്റ് അടയ്ക്കണം. എന്നാൽ അവിടെ ടെനന്റിന് ITC എലിജിബിലിറ്റി ഉണ്ട്, അർഹതയുള്ളവർക്ക് ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 6 സിനാരിയോ ആണ് നമുക്ക് യൂഷ്വലി വരുന്നത്. ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് ആണെങ്കിലും ടെനന്റ് രജിസ്റ്റേർഡ് ആണെങ്കിലും രണ്ടുപേരും രജിസ്റ്റേർഡ് ആണെങ്കിലും രണ്ടുപേരും രജിസ്റ്റേർഡ് അല്ലെങ്കിലും എങ്ങനെയാണെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അടുത്ത് നമ്മൾ പറയുന്നത് ഗവൺമെന്റ് സെക്ടറിലെ ഗവൺമെന്റ്, സ്റ്റേറ്റ്, സെൻട്രൽ, ലോക്കൽ അതോറിറ്റി, ട്രസ്റ്റ് എന്നിവയുടെ ആപ്ലിക്കബിലിറ്റിയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ എക്സ്ക്ലൂഡിംഗ് മിനിസ്ട്രി ഓഫ് റെയിൽവേ. മിനിസ്ട്രി ഓഫ് റെയിൽവേ അല്ലാത്ത ലോക്കൽ അതോറിറ്റിയുടെ എങ്ങനെയാണ്? അവർ രണ്ടുപേരും ലോക്കൽ അതോറിറ്റിയാണ്. രണ്ട് സപ്ലയറിൻ്റെയും റെസിപ്പിയന്റിൻ്റെയും സ്റ്റാറ്റസ് ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ്, സെൻട്രൽ അവർ രണ്ടുപേരും വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളും കൊടുക്കുന്ന ആളും ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അവിടെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല, എക്സംപ്റ്റഡ് ആണ്. ഇനി അതർ ദാൻ ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ IT ആക്ട് റിലവൻറ്റ്. IT ആക്ടിലെ റിലവൻറ്റ് സെക്ഷനിൽ രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ്, അതർ ദാൻ ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റിൽ പെടുന്നവരാണെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയാലും റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആയാലും രജിസ്റ്റേർഡ് ആയാലും GST ആപ്ലിക്കബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ബൈ സപ്ലയർ. അവിടെ ഫോർവേഡ് ചാർജിലാണ് ഈ സപ്ലയർ ഇത് അടയ്ക്കേണ്ടത്, ഏത് കാറ്റഗറിയിലാണെങ്കിലും. ഈ ഒരു 2 കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എക്സ്ക്ലൂഡിംഗ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. മിനിസ്ട്രി ഓഫ് റെയിൽവേ ഒഴിവാക്കിയുള്ള ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇഫ് ദി ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് റെന്റ് ഇൻ എ ഇയർ എക്സീഡ്സ് 5000 രൂപയ്ക്ക് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം റെന്റ് RCMൽ റെസിപ്പിയന്റ് ആണ് അടയ്ക്കേണ്ടത്. ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് ഓർ സെൻട്രൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ അല്ലാത്തവർക്ക് 5000 രൂപ RCMൽ ഈ ഒരു റെസിപ്പിയന്റ് ആണ് അടയ്ക്കേണ്ടത്. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ലെറ്റിംഗ് ഔട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മിനിസ്ട്രി ഓഫ് റെയിൽവേ ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയാലും രജിസ്റ്റേർഡ് ആയാലും ഫോർവേഡ് ചാർജ് ബൈ മിനിസ്ട്രി ഓഫ് റെസിപ്പിയന്റ്. ഇപ്പോൾ റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആയാലും രജിസ്റ്റേർഡ് ആയാലും ഫോർവേഡ് ചാർജിൽ റെയിൽവേ ആണ് അത് അടയ്ക്കുന്നത്. ഇനി GST രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ IT ആക്ട് റിലവൻറ്റ് സെക്ഷൻസിൽ അൺരജിസ്റ്റേർഡ് ആണെങ്കിലും രജിസ്റ്റേർഡ് ആണെങ്കിലും എക്സംപ്റ്റഡ് ഇഫ് റെന്റ് പെർ മന്ത് ഈസ് ബിലോ 10,000. ഇപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് IT ആക്ടിലെ റിലവൻറ്റ് സെക്ഷൻ മുഖാന്തരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് GST രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആയാലും അൺരജിസ്റ്റേർഡ് ആയാലും ഒരു മാസത്തെ വാടക 10,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അതിനകത്ത് ഒരു എക്സംഷൻ ഉണ്ട്. അതുപോലെ 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഫോർവേഡ് ചാർജ് ലയബിലിറ്റി സപ്ലയർക്കാണുള്ളത്. GST രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്
10,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നു, അത് രജിസ്റ്റേർഡ് ആയാലും അൺരജിസ്റ്റേർഡിനായാലും അവിടെ ഈ 10,000 രൂപ ഫോർവേഡ് ചാർജിൽ ഈ സപ്ലയർ ആണ് അടയ്ക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. രണ്ടുപേരും ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഫോർവേഡ് ചാർജിൻ്റെ ബാധ്യത വരും. രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ ലെറ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അത് ഫോർവേഡ് ചാർജിൽ വരും. ചാരിറ്റബിൾ ട്രസ്റ്റ് 10,000 താഴെയാണെങ്കിൽ അവർക്ക് ബാധ്യത വരില്ല, എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലാണെങ്കിൽ FCMൽ സപ്ലയർ ആണ് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ എങ്ങനെയാണെന്ന് നോക്കി, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ആണെങ്കിലും ഗവൺമെൻറ് സ്റ്റാറ്റസ് ആണെങ്കിലും എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തന്നെ. അതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും ഈ RCM എഫക്റ്റ് ചെയ്യുന്നത്? സപ്ലയർ രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയൻറ്റും രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അത് റെസിഡൻസിനാണ് കൊടുത്തിരിക്കുന്നത്, അതായത് പാർപ്പിട ആവശ്യത്തിനായിട്ട് കൊടുത്തിരിക്കുകയാണ്, അവിടെ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഇനി സപ്ലയർ രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ഡീലർ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ താമസ ആവശ്യമായതുകൊണ്ട് തന്നെ അത് എക്സംപ്റ്റഡ് ആണ്. ഇനി സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്, എന്നാൽ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസ് ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ് എന്നൊരു നോട്ടിഫിക്കേഷൻ 15/2022 വിത്ത് എഫക്റ്റ് ഫ്രം 1/1/2023 എക്സംപ്റ്റ് ഇഫ് റെന്റിങ് ഓഫ് റെസിഡൻഷ്യൽ പർപ്പസിനാണെങ്കിൽ അത് ബാധകമല്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്, എന്നാൽ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണ്. അവിടെ RCM ലയബിലിറ്റി ടു റെസിപ്പിയൻറ്റിനാണ്, എന്നാൽ ഇവിടെ എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ RCM അടയ്ക്കണം. എക്സംഷൻ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിനാണുള്ളത്. RCM ലയബിലിറ്റി ടു റെസിപ്പിയൻറ്റ് ഇഫ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് ആസ് പെർ CGST റേറ്റ് നോട്ടിഫിക്കേഷൻ 5/2022 CGST ഡേറ്റഡ് 13/7/2022 ഇറങ്ങി. അതിൻ്റെ പ്രാബല്യം 18/7/2022 മുതൽ ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു, എന്നാൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിൽ അവിടെ ആ ഒരു റെസിപ്പിയൻ്റായ രജിസ്റ്റേർഡ് പേഴ്സൺ RCM അടയ്ക്കേണ്ടതാണ് എന്ന് 18/7/2022 മുതൽ നേരത്തെ ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ നോക്കി, അത് റെസിഡൻസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി, ഗവൺമെൻറ് സെക്ടറിൻ്റെ അത് നോക്കി. ഇനി ഇനി അടുത്ത നമ്മൾ ഇത് പ്രാബല്യത്തിൽ വന്നത് ചർച്ച ചെയ്തു, ആർക്കൊക്കെയാണ് ബാധകമെന്ന് ചർച്ച ചെയ്തു. അത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഇതിൻ്റെ ടൈം എപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു RCM ലയബിലിറ്റി വരുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് സെക്ഷനാണ് നോക്കേണ്ടത്? സെക്ഷൻ 13 ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് എന്നുള്ള ഒരു സെക്ഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കബിലിറ്റി നമ്മൾ നോക്കേണ്ടത്. ഇൻ കേസ് ഓഫ് അതിൽ 13(3) പറയുന്നത് ഇൻ കേസ് ഓഫ് സപ്ലൈസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ടാക്സ് ഈസ് പെയ്ഡ് ഓർ ലയബിൾ ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജിലാണെങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏർലിയർ ഏതാണോ ആ ഡേറ്റ് ആണ് നമുക്ക് പ്രാബല്യമുള്ളത്, നമ്മൾ RCM അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാകുന്നത്. ലയബിലിറ്റി ടു പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് ദ ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദ ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏർലിയർ ഏതാണ്? ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്, നമ്മൾ വാടക കൊടുക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വാടക കൊടുത്തതായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആകുന്ന ഡേറ്റ്. The date of payment as entered in the books of accounts of the recipient. Books of accounts നമ്മൾ ഇന്ന ഡേറ്റിൽ പേയ്മെന്റ് വാടക കൊടുത്തു എന്ന് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർ ദി ഡേറ്റ് ഓൺ വിച്ച് ദി പേയ്മെന്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്, അയാളുടെ ബാങ്ക് അക്കൗണ്ടിലും പേയ്മെന്റ് ഡെബിറ്റ് ആകുന്നു. ഇതിൽ ഏതാണോ വിച്ചെവർ ഈസ് ഏർലിയർ അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ നമ്മൾക്ക് ആപ്ലിക്കബിലിറ്റി ഡേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയിസ് ഓർ എനി അതർ ഡോക്യുമെന്റ് ബൈ വാട്ട് എവർ നെയിം കാൾഡ് ഇൻ യൂസ് ദിയറോഫ്.
അപ്പോൾ 60 നമ്മൾ ഒരു സപ്ലൈ നടന്നിട്ട് 60 ദിവസം സപ്ലൈ നടന്നതിന് ശേഷം വിത്തിൻ 60 ദിവസം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അപ്പോൾ ഇൻവോയ്സ് ഡേറ്റ് ഇഷ്യൂ ചെയ്യുന്ന 60 ദിവസം, ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days. അപ്പോൾ ഇതിലേതാണോ ഏർലിയർ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണോ ഏർലിയർ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ബൈ ദി സപ്ലയർ ഇൻ കേസ് വെയർ ഇൻവോയ്സ് ഈസ് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ. ഇവിടെ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യം പറയുന്നു. ഈ സിയിൽ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി റെസിപ്പിയന്റ് ഇൻ കേസ് വെയർ ഇൻവോയ്സ് ഈസ് ടു ബി ഇഷ്യൂഡ് ബൈ ദി റെസിപ്പിയന്റ്. അപ്പോൾ ഇതിനകത്ത് സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം, റെസിപ്പിയന്റ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ റെസിപ്പിയന്റ് ഇഷ്യൂ ചെയ്യുന്നാലും സപ്ലയർ ആയാലും 60 ദിവസം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days ചെയ്ത് ഉടനെയുള്ള 60 ദിവസം ആ ഒരു ഏത് ഡേറ്റ് ആണോ ഏർലിയർ ആയിട്ട് വരുന്നത്, ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഡേറ്റ്, ബാങ്കിൽ പേയ്മെന്റ് ഡെബിറ്റ് ആയ ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, സപ്ലയർ ആയാലും റെസിപ്പിയന്റ് ആയാലും. അപ്പോൾ ഇതാണ് 13(3)ൽ റിവേഴ്സ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടൈം ഓഫ് സപ്ലൈ പറയുന്നത്. ഏർലിയർ ഏത് ഡേറ്റ് ആണോ എന്നാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. ഇനി നമുക്ക് 47A എന്നുള്ള ഒരു പുതിയ റൂള് നോട്ടിഫിക്കേഷൻ നമ്പർ 20/2024 കഴിഞ്ഞ മാസം 8-ാം തീയതി ഒക്ടോബർ 10 ഇറക്കുകയുണ്ടായി. അതിൽ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ടാക്സ് ഇൻവോയ്സ് ഇൻ കേസസ് വെയർ റെസിപ്പിയന്റ് ഈസ് റിക്വയർഡ് ടു ഇഷ്യൂ ഇൻവോയ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇതുവരെയും നമ്മൾ ഒരു RCM സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിനായിരുന്നു. കാരണം ആനുവൽ റിട്ടേണിലായാലും ഏതിലായാലും നമ്മൾ അതിനകത്ത് കാണിക്കുന്നത് എപ്പോഴാണോ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്യുന്നത് ആ വർഷം കാണിച്ച് ക്രെഡിറ്റ് എടുക്കുകയായിരുന്നു പതിവ്. ഏത് ബാക്കിലോട്ടുള്ള സപ്ലൈ ആയാലും നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. എന്നാൽ അതിന് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഒരു 47A എന്നുള്ള ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. 20/2024 എന്ന നോട്ടിഫിക്കേഷനിലൂടെ 8/10 അതിൽ പറഞ്ഞ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days 30 ദിവസത്തിനകത്ത് ആ ഒരു സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. സപ്ലൈ നടന്ന 30 ദിവസത്തിനുള്ളിൽ. ഇത് പ്രാബല്യത്തിൽ വന്ന ഫസ്റ്റ് ഡേ ഓഫ് നവംബർ ആണ്. നവംബർ 1-ാം തീയതി തൊട്ട് നമ്മൾ ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ ഒരു സപ്ലൈ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് ആയാലും സർവീസ് ആയാലും 30 ദിവസത്തിനുള്ളിൽ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂള് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന 31(3) എന്ന ഒരു സെക്ഷനിൽ അമെൻമെന്റ് വരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് മുൻകാലങ്ങളെ പോലെ ഇഷ്ടമുള്ള സമയത്ത് സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ റെന്റ് ഓൺ ഈ RCM റെന്റിന്റെ കാര്യത്തിലായാലും നമ്മൾക്ക് ഈ ഒരു നിയമം നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ IPT ഇൻപുട്ട് ആസ് ക്രൈറ്റീരിയ നിലനിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു റൂള് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ റൂൾ 47 വേർ ആൻ ഇൻവോയ്സ് റിവേർഡ് in rule 46 is required to be issued under class F of subsection 3 of 31 by a registered person who is liable to pay tax under subsection 3 or subsection 4 of section 9(3) ആയാലും 9(4)ലെ റിവേഴ്സ് ചാർജ് ആയാലും he shall issue the said invoice within a period of 30 days from the date of receipt of the said supply of goods or services or both as the case may be. ഇതിനകത്ത് RCM കാര്യം സർവീസ് മാത്രമല്ല പറയുന്ന ഏതൊരു റിവേഴ്സ് ചാർജ് ആയാലും സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ട ഏതൊരു സാഹചര്യമായാലും ആ ഒരു ഗുഡ്സ് ആയാലും സർവീസ് ആയാലും സപ്ലൈ നടന്ന് 30 ദിവസത്തിനുള്ളിൽ നാം ജനറേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് IPT ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. അത് നാം മനസ്സിലാക്കി. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ ടൈം ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി നമുക്കതാണ് ഏറ്റവും അധികം നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ഇതെങ്ങനെയാണ്, കാരണം മിഡായിട്ടാണ് ഇത് ഒക്ടോബർ 10 ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ RCM റെന്റ് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന രീതി എങ്ങനെയാണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്
സ്റ്റാറ്റസ്, നമ്മളുടെ ആ ബിൽഡിങ്ങിന്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അത് ഓണാണോ, ലീസ് എഗ്രിമെന്റ് വഴിയാണോ, റെന്റ് എഗ്രിമെന്റ് വഴിയാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മളുടെ ബിസിനസ് പ്ലേസ് ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു RCM ലയബിലിറ്റി വരുന്നില്ല. കാരണം ലാൻഡ് ലോഡാണ് GST ഫോർവേഡ് ചാർജിൽ പേ ചെയ്യുകയും നമ്മളുടെ 2B വഴി വന്ന് നമ്മൾ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയം നമ്മൾ ചെക്ക് ചെയ്തു. ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അടുത്തത് എന്താണ്, നമ്മൾ ലീസാണോ നോക്കണം, ഇത് ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നതാണോ നോക്കണം. കാരണം ആ ഒറ്റയ്ക്ക് കൊടുക്കുക എന്നുള്ളതിനകത്ത് റെന്റ് എന്നുള്ള നോ റെന്റ് ആണ് അവിടെ. അതൊരു ഡെപ്പോസിറ്റ് പോലെ കൊടുത്തിരിക്കുകയാണ്, അഡ്വാൻസും അല്ല, അതിന് ഇൻട്രസ്റ്റും ഇല്ല, ഒരു ഡെപ്പോസിറ്റ് പോലെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് GST ആപ്ലിക്കബിലിറ്റി ഇല്ല. അപ്പൊ ലീസാണോ നോക്കുക, ഓൺ ലാൻഡ് ലോഡ് പിന്നെ FCM രജിസ്റ്റേർഡ് ആണോ നോക്കുക, പിന്നെ ഓൺ ആണോ, ഈ ബിസിനസ് നടത്തുന്ന ആളുടെ സ്വന്തമാണോ എന്ന് കൂടി നോക്കുക, അയാളുടെ ഓൺ ബിൽഡിംഗ് ആണോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, വാലിഡ് പ്രൂഫ് നമുക്ക് ഇതിനൊക്കെ ആവശ്യമാണ്. ഓൺ ബിൽഡിങ്ങിലാണെങ്കിൽ അതിനകത്ത് ലേറ്റസ്റ്റ് ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ലീസ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെന്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. റെന്റ് എഗ്രിമെന്റ് ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു റെന്റ് എഗ്രിമെന്റ് കൃത്യമായി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ലാൻഡ് ലോഡ് GST രജിസ്റ്റേർഡ് ആണെങ്കിൽ അതിൻ്റെ അയാളുടെ GST നമ്പറും അയാൾ ഇത് പേ ചെയ്യുന്ന കാര്യം അതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ആ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് ആദ്യം ചിന്തിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് RCM ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അത് നമ്മൾ മനസ്സിലാക്കി. ഇത് റെന്റ് ആണോ, ലീസാണോ, ഓൺ ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മളുടെ മുന്നിൽ അടുത്ത വരുന്നതാണ് ഡേറ്റ്. കുറച്ചു മുമ്പ് ടൈം ഓഫ് സപ്ലൈയുടെ കാര്യം പറഞ്ഞു. ബിഫോർ 10th ആണോ ആഫ്റ്റർ 10th ആണോ എന്നാണ് നമ്മളുടെ ഏറെ സംശയം. അപ്പോൾ ഇപ്പോൾ ബിഫോർ 10th കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ, അതായത് 10ാം തീയതിക്ക് മുമ്പ് 5ാം തീയതി 6ാം തീയതിയോ നമ്മൾ റെന്റ് കൊടുത്തു, എന്നാൽ ഇത് ആപ്ലിക്കബിൾ ആയത് 10ാം തീയതിയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് റെന്റ് എഗ്രിമെന്റ് ആണ് നമ്മളുടെ മുന്നിൽ മാനദണ്ഡമായി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. കാരണം റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റ് എന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പം നമ്മൾ 10ാം തീയതിക്ക് മുന്നിൽ എടുത്തു, റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റും 10ാം തീയതിക്ക് മുന്നിലാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തതിന്. അപ്പോൾ ആ ഒരു റെന്റ് എഗ്രിമെന്റിന്റെ ഡേറ്റ് നമ്മൾ 10ാം തീയതിക്ക് മുമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം എൻ്റെ റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റ് 5ാം തീയതിയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, പേയ്മെന്റ്. ഞാൻ എന്നാണ് പേയ്മെന്റ് കൊടുത്തത്? അപ്പം ഞാൻ പേയ്മെന്റ് കൊടുത്ത 10ാം തീയതിക്ക് മുമ്പാണ്. അങ്ങനെയെങ്കിൽ അവിടെ വരുന്നില്ല. റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റ് 10ാം തീയതിക്ക് മുമ്പാണ്, പേയ്മെന്റ് കൊടുത്ത ഡേറ്റും 10ാം തീയതിക്ക് മുമ്പാണ്. മോഡോ, അപ്പൊ അടുത്തത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട എന്താണ്, മോഡ് ഓഫ് പേയ്മെന്റ്. നമ്മൾ ക്യാഷ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആയിരിക്കും. അപ്പൊ അത് നമ്മൾക്ക് സമർത്ഥിക്കാൻ കഴിയണം. നമുക്ക് വാലിഡ് ഡോക്യുമെന്റ് പ്രൂഫ് നമ്മുടെ കയ്യിൽ വശം വേണം. ഇപ്പോൾ 10ാം തീയതിക്ക് മുൻപ് കൊടുത്തു, 10ാം തീയതിക്ക് ശേഷം കൊടുത്തു എന്നല്ല, നമ്മൾക്ക് അത് ബർഡൻ ഓഫ് പ്രൂഫ് എപ്പോഴും നമുക്കാണ് വരുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു മാസത്തെ RCM അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിത്ത് ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ വന്നാലും നമുക്ക് ആ ഒരു വാലിഡ് പ്രൂഫ് വേണം. ഞാൻ ഇന്ന ടൈം ഓഫ് സപ്ലൈ റൂള് പ്രകാരവും എൻ്റെ റെന്റ് എഗ്രിമെന്റ് പ്രകാരവും ഡേറ്റ് ഓഫ് പേയ്മെന്റ് പ്രകാരവും മോഡ് ഓഫ് പേയ്മെന്റ് പ്രകാരവും എനിക്ക് ആ 10ാം തീയതിക്ക് മുന്നിലായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബാധ്യത വരുന്നില്ല. 10ാം തീയതിക്ക് മുമ്പ് പേയ്മെന്റ് കൊടുത്തു, ഡേറ്റ് ഓഫ് പേയ്മെന്റ് റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റും 10ാം തീയതിക്ക് മുമ്പാണ്. ഞാൻ 10ാം തീയതിക്ക് കൊടുത്ത വാലിഡ് ബാങ്ക് അക്കൗണ്ടിലെ രേഖ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്യാഷ് ബുക്കിൽ അത് വ്യക്തമായിട്ടുണ്ട്, അതിൻ്റെ ഡോക്യുമെന്റ് പ്രൂഫ് ഉണ്ട്. ടൈം ഓഫ് സപ്ലൈ പ്രകാരം പിന്നെ ഇന്ന ഡേറ്റിൽ വിറ്റെവർ ഏർലിയർ എന്നുള്ള ഡേറ്റിൽ ഇതിനകത്ത് 10ാം തീയതിക്ക് മുമ്പ് ആയതുകൊണ്ട് തന്നെ, ഇത് പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇല്ലാന്നൊന്ന് സമർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതൊരു കാര്യം. 10ാം തീയതിക്ക് മുമ്പിലാണ് കൊടുത്തത്. ഇനി ആഫ്റ്റർ 10th ആണെങ്കിൽ നമുക്ക് റെന്റ് എഗ്രിമെന്റ് ഇപ്പോൾ അതിന് മുന്നിലത്തെ ഡേറ്റ് ആണ് 5ാം തീയതിയാണ് റെന്റ് എഗ്രിമെന്റ് ഡേറ്റ്, എന്നാൽ ഞാൻ വാടക കൊടുത്തത് 10 ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു RCM ലയബിലിറ്റി ഉറപ്പായിട്ട് വരും. ഡേറ്റ് ഓഫ് പേയ്മെന്റ്, മോഡ് ഓഫ് പേയ്മെന്റ്, ഡോക്യുമെന്റ് പ്രൂഫ്, ഈ രീതിക്ക് നമ്മളുടെ കയ്യിൽ ആ ഒരു രേഖകൾ ഉണ്ടായിരിക്കണം. അപ്പം 10ാം തീയതിക്ക് മുമ്പും 10ാം തീയതിക്ക് ശേഷവും. അപ്പം 10ാം തീയതിക്ക് മുമ്പായാലും നമ്മൾക്ക് ആ ഒരു
പിന്നെ സമർത്ഥിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വാലിഡ് പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ആർസിഎം ലയബിലിറ്റി വരും. കാരണം നമ്മൾക്ക് ഈ റെഗുലർ ഡീലറാണ്, നമുക്ക് IPT ക്ലെയിം ഉണ്ട്, അടച്ച് ക്രെഡിറ്റ് എടുക്കാം. നമ്മളുടെ 10-ാം തീയതിക്ക് മുമ്പ് നമ്മുടെ റെന്റ് അഗ്രിമെന്റ് ഡേറ്റ് ആണ്, അതിന് ശേഷമാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ആ ഡേറ്റ് മുന്നിലാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ക്ലെയിം എടുക്കാൻ സാധിക്കില്ല, തിരിച്ചതിന് സാധിക്കില്ല. റെന്റ് അഗ്രിമെന്റിൽ അതിന് ശേഷമാണ് ഞാൻ നേരത്തെ കൊടുത്തു, അങ്ങനെയെങ്കിൽ നമുക്ക് ആ നേരത്തെ കൊടുത്ത പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റെന്റ് അഗ്രിമെന്റ് ആണ് മിക്കവാറും ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൂഫായിട്ട് എടുക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ റെന്റ് അഗ്രിമെന്റ് മാനദണ്ഡമാക്കി ഡേറ്റ് ഓഫ് പേയ്മെന്റും മോഡ് ഓഫ് പേയ്മെന്റും വിത്ത് ഡോക്യുമെന്റ് പ്രൂഫ് നമ്മൾ കൈവശം വെച്ച് നമ്മൾ തീരുമാനിക്കണം നമുക്ക് RCM ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ. അടുത്ത ഒരു പോർഷൻ നമുക്ക് വരുന്നതാണ് ഇൻവോയ്സ് ജനറേഷൻ. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ഇൻവോയ്സ് ജനറേഷൻ 30 ദിവസത്തിനകത്ത് നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെക്ഷൻ 13(3) ടൈം ഓഫ് സപ്ലൈ സർവീസിന്റെ മാനദണ്ഡമാക്കണം. അത് കഴിഞ്ഞ് 31(3)(f) പറയുന്ന സെൽഫ് ഇൻവോയ്സ് ജനറേഷൻ ന്യൂ റൂള് 47A പ്രകാരം നമ്മൾ ആ സെൽഫ് ഇൻവോയ്സ് ജനറേഷനും ചെയ്യണം. ആ ഒരു സെൽഫ് ഇൻവോയ്സ് ഡേറ്റ് എന്നാൽ 10-ാം തീയതിക്ക് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു കാര്യം വരുന്നത്, ഇൻവോയ്സ് ഞാൻ നേരത്തെ ചെയ്യാം, ഇൻവോയ്സ് ഞാൻ 8-ാം തീയതിയോ 9-ാം തീയതിയോ ചെയ്യാം. നേരത്തെ ഡേറ്റ് വാടക കൊടുത്തു, ആ ഡേറ്റ് എല്ലാം ഞാൻ 10-ാം തീയതിക്ക് മുമ്പാക്കി എനിക്ക് അതിൻ്റെ ലയബിലിറ്റി വരുള്ളൂ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ പ്രാബല്യം 10-ാം തീയതി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിലത്തെ ഡേറ്റിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ IPT ക്ലെയിം അനുസരിച്ച് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. കാരണം 10-ാം തീയതിക്ക് മുന്നിൽ വാടക കൊടുത്തു, പിന്നെ എന്നാൽ ഈ ഒരു ഇൻവോയ്സ് ജനറേഷൻ നമുക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ 10-ാം തീയതിക്ക് മുമ്പ് വാടക കൊടുത്തതും എഗ്രിമെന്റിലെല്ലാം 10-ാം തീയതിക്ക് മുമ്പ് ഞാൻ അതിൻ്റെ ഇത് എടുക്കുന്നില്ല, അങ്ങനെ വരികിൽ ഇൻവോയ്സ് ജനറേഷനും അവിടെ ഇല്ല. എന്നാൽ അടുത്ത മാസം മാത്രമേ അവർക്കത് വരുന്നുള്ളൂ. എന്നാൽ ഇത് ഞാൻ 10-ാം തീയതിക്ക് ശേഷം ഞാൻ കൊടുത്തു, അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പോൾ 15-ാം തീയതി വാടക കൊടുത്തു. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന ഇപ്പം നവംബറിലാണെങ്കിൽ നമ്മൾ RCM അടയ്ക്കുന്നത് ഒക്ടോബർ മാസത്തെ റിട്ടേൺ ഇപ്പോൾ നവംബറിൽ ചെയ്യുമ്പോൾ RCM അടച്ചാലും അതിൻ്റെ IPT ആപ്ലിക്കബിലിറ്റി നമുക്ക് അടുത്ത മാസം ഇൻവോയ്സ് ജനറേഷൻ എന്നാണോ ആ ഡേറ്റിൽ നമുക്ക് ആ പീരീഡിൽ മാത്രമേ IPT ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പേയ്മെന്റ് കൊടുക്കുന്നതും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതും, അപ്പോൾ ഇത് നമ്മൾ റെന്റ് എഗ്രിമെന്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാനദണ്ഡമാക്കിയിട്ട് വേണം ഇതിൽ RCM അടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും IPT ക്ലെയിം തീരുമാനിക്കാൻ, ഇൻവോയ്സ് ജനറേഷൻ തീരുമാനിക്കാൻ, ഇങ്ങനെയെല്ലാം ചെയ്യണം. 10-ാം തീയതിക്ക് ശേഷം 15-ാം തീയതി ഞാൻ പേയ്മെന്റ് കൊടുത്തു, ഞാൻ 15-ാം തീയതി തന്നെ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് RCM അടച്ച് ക്രെഡിറ്റ് ഈ ഒരു ഒക്ടോബർ മാസം റിട്ടേൺ നവംബറിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് IPT ക്ലെയിം എടുക്കാവുന്നതാണ്. പിന്നെ ചെക്ക് IPT എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പം നമ്മൾ ഈ IPT എന്ന് പറയുമ്പോൾ അതിനകത്ത് അർഹതയുള്ളവർക്കാണ് ഈ ഒരു IPT കിട്ടുന്നത്. ഇപ്പോൾ കോമ്പോസിഷൻ ഡീലറിനാണെങ്കിൽ അയാൾക്ക് RCM അടയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ, IPT ക്ലെയിം ഇല്ല. അതുപോലെ റെസ്റ്റോറൻറ്റുകാർക്ക് 5% വിത്തൗട്ട് ITC ആയതുകൊണ്ട് തന്നെ അവർക്കില്ല. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന IPT ക്ലെയിം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു RCMന്റെ IPTയും ലഭിക്കുന്നതല്ല. ആസ് യൂഷ്വൽ അവർക്ക് ഈ ഒരു RCM അടയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കബിലിറ്റി നോക്കി, അതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, ഏത് പ്രകാരം ഞാൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണോ അല്ലോ എന്ന് നോക്കി, ഡേറ്റിന് പ്രകാരം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇൻവോയ്സ് വാല്യൂ, റെന്റ് എഗ്രിമെന്റ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി, അതിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഇൻവോയ്സ് വാല്യൂ. കാരണം ഇത് GSTയിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പഴയ റെന്റ് എഗ്രിമെന്റ് ആവാം, ഇപ്പോൾ കൊടുക്കുന്നത് വേറെ ആവാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴെന്താണോ ഒക്ടോബർ മാസത്തിൽ എന്താണോ 10-ാം തീയതിക്ക് ശേഷം നമ്മൾ കൊടുത്തത് ആ ഒരു റെന്റിനാണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിച്ച ആ ഒരു വാല്യൂവിനാണ് നമ്മൾ RCM പേ ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ ഇത്രയാണ് നമ്മൾ റെഗുലർ ഡീൽ. ഇനി കൺസെന്റ് ലെറ്റർ വഴി നമ്മൾക്ക് GST രജിസ്ട്രേഷൻ എടുത്ത ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് നമ്മൾ ഈ ഷെഡ്യൂൾ 1 ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് കൺസിഡറേഷൻ ഒന്നുമില്ല, കൺസെന്റ് വഴി ആകുമ്പോൾ അതിനകത്ത് വാടകയില്ല, ഒരു കൺസിഡറേഷനും ഇല്ല. എന്നാൽ
As per Schedule 1, supply of goods or service or both between related person or between distinct person as specified in section 25 when made in the course of furtherance of business is deemed as supply even if made without consideration. Consideration ഇല്ലെങ്കിലും അത് deemed supply ആവുന്ന ഷെഡ്യൂൾ 1-ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിലേറ്റഡ് ഓർ ഡിസ്റ്റൻറ്റ് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് 199 ഇടയ്ക്കിറങ്ങിയ 218 അങ്ങനെ കുറേ സർക്കുലേഴ്സ് ഇതുമായിട്ട് സംബന്ധിച്ച് GST-യിലും ഇറങ്ങിയിട്ടുണ്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് ഡീംഡ് സപ്ലൈ ആണ് എന്നുള്ളത്. അപ്പോൾ കൺസേൺ ലെറ്റർ ആണെങ്കിൽ അവിടെ ഡീംഡ് സപ്ലൈ വരുന്നു നമ്മൾ മനസ്സിലാക്കി. അവിടെ റിലേറ്റഡ് പേഴ്സൺ ഡിസ്റ്റൻറ്റ് പേഴ്സൺ ഇവർക്കാണ് ഈ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു ഡീംഡ് സപ്ലൈ ആകുന്നത്. അപ്പോൾ സെക്ഷൻ 15-ൽ റിലേറ്റഡ് പേഴ്സൺ ബ്രോഡ്ലി എൻകേസിങ് ഫാമിലി റിലേഷൻഷിപ്പും ബിസിനസ് കണക്ഷൻ, ഇപ്പം പാർട്ട്ണർ, കമ്പനിയുടെ ഡയറക്ടർ അങ്ങനെയുള്ള. അപ്പോൾ സെക്ഷൻ 15-ൽ റിലേറ്റഡ് പേഴ്സൺസിനെ പറഞ്ഞിരിക്കുന്നത് persons are officers or directors of one another. Such persons are legally recognized partners ആവാം, directors ആവാം, employee ആവാം. Any person directly indirectly owns control or holds 25% or more the outstanding voting stock or share of both of them. 25% കൂടുതലുള്ള ആ ഒരു കൺട്രോൾ ഇത് ഉണ്ടെങ്കിലാവാം. One of them directly or indirectly controls the other. ഈ ഡയറക്ടേഴ്സോ പാർട്ട്നേഴ്സോ ആണെങ്കിൽ അയാൾക്ക് ആ കൺട്രോള് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഉണ്ടെങ്കിൽ അതും റിലേറ്റഡ് പേഴ്സൺ ആവാം. ബോത്ത് ഓഫ് ദം ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ദി തേർഡ് പേഴ്സൺ. ടുഗദർ ദേ ഡയറക്ട്ലി അവർ രണ്ടുപേരും ആ സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഫാമിലിയിലെ മെമ്പേഴ്സാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സെക്ഷൻ 15-ൽ റിലേറ്റഡ് പേഴ്സണുമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു റൂൾ 28 ഇൻവോയ്സ് വാല്യൂവിൽ ഒരു റൂൾ 28-ൽ പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവിടെ നമ്മൾ മാർക്കറ്റ് വാല്യൂ കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്ത് അടയ്ക്കണം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പം കൺസെന്റ് ലെറ്റർ വഴി അച്ഛൻ മകന് കൊടുക്കുന്നു, എന്നാൽ അച്ഛൻ മകന് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഏത് വാല്യൂ ആണോ നമ്മൾ ഇൻവോയ്സ് കാണിക്കുന്നത് അത് തന്നെ അതിൻ്റെ ഇൻവോയ്സ് വാല്യൂ ആയിട്ട് വരും. വെയർ ദി റെസിപ്പിയന്റ് ഈസ് ഫുൾ ഇൻപുട്ട് ആസ് ക്രെഡിറ്റ്. ഇപ്പോൾ ഒരു റെഗുലർ ഡീലർ അയാൾക്ക് ഫുൾ ഇൻപുട്ട് ആസ് ക്രെഡിറ്റിന് അർഹത ഉണ്ടെങ്കിൽ ദി വാല്യൂ ഡിക്ലെയർഡ് ഇൻ ദി ഇൻവോയ്സ് ഷാൽ ബി ഡീംഡ് ടു ബി ദി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസസ്. ആ ഇൻവോയ്സിൽ കാണിക്കുന്ന ഇപ്പം 1000 2000 എന്താണോ അയാൾ കാണിക്കുന്ന അത് തന്നെ ആ ഒരു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഡീംഡ് ആയിട്ട് പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം അച്ഛൻ മകന് കൊടുത്തു, അച്ഛന് വേറെ ഇതൊന്നുമില്ല, ഡിപ്പെൻഡൻ്റ് ആണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു റൂള് നമുക്ക് വഴി ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് GSTR 1-ൽ ഡിക്ലെയർ ചെയ്യുന്നത്? അപ്പോൾ GSTR 1-ൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യും, 3Bയിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ലാൻഡ് ലോഡും ടെനൻറ്റും രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ അവിടെ ഒരു B2B ട്രാൻസാക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ GSTR 1 4Aയിലോ 4Bയിലോ കാണിക്കുക. ലാൻഡ് ലോഡ് മാത്രമേ രജിസ്റ്റേർഡ് ഉള്ളൂ. ഇഫ് ഓൺലി ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് എന്നാൽ അത് B2C ട്രാൻസാക്ഷൻ ആണ്. ടെനൻറ്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമ്മൾ B2C ടേബിൾ 7-ലാണ് കാണിക്കുന്നത് GSTR 1-ൽ. ടെനൻറ്റ് മാത്രം രജിസ്റ്റേർഡ് ആണെങ്കിലാണ് നമ്മൾക്ക് സംശയം വരുന്നത്. അത് കാണിക്കുന്നത് GSTR 1 ടേബിൾ 13-ൽ ഡോക്യുമെന്റ് ഇഷ്യൂഡിൽ മാത്രം കാണിച്ചാൽ മതി. സീരിയൽ നമ്പർ 2 ഇൻവോയ്സ് സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ നമ്മളുടെ ആ ഡോക്യുമെന്റ് ഇഷ്യൂഡിൽ മാത്രമേ നമ്മൾ ടെനൻറ്റ് രജിസ്റ്റേർഡ് ആണ് എന്നാൽ ലാൻഡ് ലോഡ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി 3Bയിൽ നമ്മൾ കാണിക്കേണ്ടത് ടേബിൾ 3.1Dയിൽ ഇൻവോയ്സ് സപ്ലൈസ് ലയബിൾ ടു രജിസ്റ്റർ റിവേഴ്സ് ചാർജിൽ ടേബിൾ 4A3-ൽ അവിടെ കാണിക്കുക, ടാക്സ് അടയ്ക്കുക. 4A3-ൽ ഇൻവോയ്സ് സപ്ലൈ ലയബിൾ ടു റിവേഴ്സ് ചാർജിൽ എൻട്രി ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് എടുക്കുക. അപ്പോൾ അർഹതയുള്ളവർ മാത്രമേ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാവൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ RCM അടച്ച എല്ലാവർക്കും ക്രെഡിറ്റ് ബാധകം അല്ല. കോമ്പോസിഷൻ റെസ്റ്റോറൻറ്റ് പോലെയുള്ളവർക്ക് ഈ ഒരു 4A3-ൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. 3.1Dയിൽ ഇൻവോയ്സ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജിൽ മാത്രമേ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ആർക്കൊക്കെയാണ് ബാധകമെന്ന് നോക്കി ആദ്യം നമ്മൾ ചർച്ച ചെയ്തതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വന്നു,
എന്ന് തൊട്ട് പ്രാബല്യത്തിലുണ്ട്. ഇത് ആർക്കാണ്, ഇതിൻ്റെ തിരുത്തെന്താണ്? ഇമ്മൂവബിൾ എനി പ്രോപ്പർട്ടി അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇത് ആർക്കൊക്കെയാണ് ബാധകം എന്ന് ആരാണ് FCM അടയ്ക്കേണ്ട, ആരാണ് RCM അടയ്ക്കേണ്ട, ആർക്കാണ് ITC ലയബിലിറ്റി എന്ന് ചർച്ച ചെയ്തു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കാണെങ്കിൽ ഇത് എങ്ങനെയാണ് അവരുടെ ആപ്ലിക്കബിലിറ്റി GSTയിൽ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഏത് നോട്ടിഫിക്കേഷനാണ്, അതെങ്ങനെയാണ് അതിൽ ആപ്ലിക്കബിലിറ്റി ആകുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഒക്ടോബർ 10 മുമ്പ്, ഒക്ടോബർ 10 ശേഷം, ഒക്ടോബർ 10 മുൻപിലാണെങ്കിൽ നമുക്ക് ആ ഒരു ബാധ്യത വരുമോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം റെന്റ് എഗ്രിമെന്റിലെ ഡേറ്റ് അതിന് ശേഷമാണ്, പിന്നെ കൊടുത്തത് അതിന് ശേഷമാണ്, കൊടുത്തത് അതിന് മുമ്പാണ്. എന്നാൽ റെന്റ് എഗ്രിമെന്റിൽ അതിന് ശേഷമാണ് ഡേറ്റ് എങ്കിൽ നമ്മൾ അതിന് വാലിഡ് പ്രൂഫ് നമ്മൾ കരുതേണ്ടി വരും. അതുപോലെ പുതിയ റൂളായ 47A ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് പ്രകാരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൂളാണ് 47A. കാരണം ഈ RCMവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള RCM വരെ സെൽഫ് ഇൻവോയ്സ് വർഷങ്ങൾക്ക് ശേഷം ജനറേറ്റ് ചെയ്താണ് മിക്കവരും ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കൺട്രോൾ ഈ ഒരു റൂളിലൂടെ സാധ്യമാകുന്നു. 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത RCM കേസിലും നമ്മളിപ്പോൾ ഇൻവോയ്സ് ജനറേഷൻ 30 ദിവസം വാടക കൊടുത്തിട്ട് കഴിയുവാണെങ്കിൽ അവിടെയും ആ ഒരു IPTക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് ജനറേഷൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി, സ്റ്റാറ്റസ് ഓഫ് ബിൽഡിംഗ്, ഓണർഷിപ്പ് ആർക്കാണ്, ലീസാണോ, റെൻ്റാണോ, ഓണാണോ? ഓണിനാണെങ്കിൽ ഇല്ല, ലീസിനാണെങ്കിൽ ഇല്ല, റെന്റ് ലാൻഡ് ലോഡ് GST ഉള്ളവരാണെങ്കിൽ RCM ഇല്ല. പിന്നെ ഇത് 10-ാം തീയതിക്ക് മുമ്പ് 10-ാം തീയതിക്ക് ശേഷം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ടൈം ഓഫ് സപ്ലൈ വെച്ച് റെന്റ് എഗ്രിമെന്റിന്റെ പിൻബലത്തിൽ ആ ഒരു വാലിഡ് പ്രൂഫോടെ മോഡ് ഓഫ് പേയ്മെന്റൂടെ ചെക്ക് ചെയ്ത് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക ഇത് ഞാൻ അടയ്ക്കേണ്ടതാണോ അല്ലയോ എന്ന്. നമ്മൾ ആ 47A റൂള് നോക്കണം. 31(3)ലെ സെൽഫ് ഇൻവോയ്സ് ജനറേഷൻ, ടൈം ഓഫ് സപ്ലൈ സർവീസ് നോക്കുക, ഇതിൻ്റെ IPT അവൈലബിലിറ്റി നോക്കുക, ഏത് ടൈപ്പ് ഡീലർ ആണെന്ന് നോക്കുക, കോമ്പോസിഷൻ ആണോ, റെസ്റ്റോറൻ്റ് ആണോ, റെഗുലർ ആണോ എന്ന് നമ്മൾ IPT അവൈലബിലിറ്റി ഉള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻവോയ്സ് വാല്യൂ റെന്റ് എഗ്രിമെന്റിൽ ആണെങ്കിലും ലേറ്റസ്റ്റ് നമ്മൾ ഇപ്പം കൊടുക്കുന്ന വാടകയ്ക്കാണ് RCM അടയ്ക്കേണ്ടത്. കൺസെന്റ് ലെറ്റർ വഴിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തു. റിലേറ്റഡോ ഡിസ്റ്റിൻറ്റോ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അത് ഡീംഡ് സപ്ലൈ ആണെങ്കിൽ അത് എങ്ങനെ നമ്മൾ ആരൊക്കെയാണ് ആ ഒരു റിലേറ്റഡ് പേഴ്സൺസ് വരുന്നതെന്ന് നോക്കി. അത് ഡീംഡ് സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കണം. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, ഡിപ്പെൻഡൻ്റ് ആണ് ഈ കൺസെൻറ്റിൽ കൊടുത്ത ആളെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവോയ്സിൽ വയ്ക്കുന്ന വാല്യൂ തന്നെ നമ്മളുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 10,000 രൂപ വാടകയുള്ള ഒരു ഏരിയ ആണ്, നമ്മളിപ്പോൾ അത് കൺസെൻറ്റ് വഴി അച്ഛൻ മകന് കൊടുത്തതാണ്. ഇപ്പം നമ്മളത് പിന്നെ അതിനകത്ത് റെൻറ്റോ പേയ്മെൻറ്റോ ഒന്നും വരുന്നില്ലെങ്കിൽ പോലും 2,000-3,000 വെച്ച് ആണെങ്കിലും നമ്മൾക്ക് അതിനകത്ത് ഫുൾ ITC ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ റൂൾ 28 പ്രകാരവും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ GSTയിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു. അപ്പം നമ്മൾ ഇത്രയും ചർച്ച ചെയ്തതിൽ നിന്നും നമ്മൾക്കിത് എങ്ങനെയാണിത് RCM റെൻറ്റ് ഓരോരുത്തർക്കും ബാധകമാകുന്നത്, ആർക്കാണ് അതിൻ്റെ അവൈലബിലിറ്റി എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ നമ്മളിതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ബർഡൺ ഓഫ് പ്രൂഫ് നമ്മൾക്കിപ്പം വർഷങ്ങൾ കഴിഞ്ഞൊരു വന്നാലും നമ്മൾ നിയമത്തിൽ തൊട്ട് കാണിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാൻ റെന്റ് കുറച്ച് കാണിച്ച് RCM അടച്ച് ക്രെഡിറ്റ് എടുത്തത്? റൂൾ 28 പ്രകാരം ഡിപ്പെൻഡൻ്റ് ആണ്, കൺസെന്റ് ലെറ്റർ ആണെന്നും, ഇപ്പോൾ നമ്മളുടെ ടൈം ഓഫ് സപ്ലൈ സെക്ഷൻ 15 പ്രകാരം റിലേറ്റഡ് പേഴ്സൺ ആണ് ടൈം ഓഫ് സപ്ലൈയുടെ റൂള് വെച്ച്. അപ്പം നമ്മളിപ്പോൾ ഏതൊരു GST നോട്ടീസ് ഇത് ഈ RCMവുമായി ബന്ധപ്പെട്ട് വന്നാലും നമ്മൾ ഈ അമെൻമെൻറ്റുകളും ഈ ഒരു സെക്ഷനുകളും എല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഒരു നിയമത്തിൽ തൊട്ട് നമ്മൾക്ക് ആ ഒരു പിന്നെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ ഞാൻ അന്നത് നേരത്തെ കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക്
അത് പ്രൂവ് ചെയ്യാനായിട്ട് 10ാം തീയതിക്ക് മുമ്പ് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ സാധിക്കണം, റെന്റ് എഗ്രിമെന്റ് വെച്ച് പ്രൂവ് ചെയ്യാൻ സാധിക്കണം, മോഡ് ഓഫ് പേയ്മെന്റ് വെച്ച് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആർസിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറഞ്ഞു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു. കാരണം ഈ GSTയെ സംബന്ധിച്ച് ഈ ഓരോ ദിവസവും വരുന്ന ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത് ഒരു റെഡിയായ നമ്മൾക്ക് കറക്റ്റായ ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അമെൻമെന്റുകൾ മാറി മാറി വരും. ഒരു ദിവസത്തെ ഉത്തരം അന്നത്തെ ഉത്തരമാണ്. കാരണം ഇന്ന് ഈ നിമിഷം വരെ ഇതിന് ക്ലാരിഫിക്കേഷൻസ് ഒന്നും മറ്റ് ക്ലാരിഫിക്കേഷൻസ് ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഇതിന് നമ്മൾക്ക് അവൈലബിളായ നിയമങ്ങൾ വെച്ച് GST നിയമങ്ങൾ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത്. ഇതിൽ മറ്റു ക്ലാരിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഇതിൽ അമെൻമെന്റ്സുകളും അതിൻ പ്രകാരം വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാര്യം വെച്ചുകൊണ്ടുള്ളതാണ് കംപ്ലീറ്റും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീംഡ് സപ്ലൈ ആയാലും ഡേറ്റിനെ കുറിച്ചായാലും റെന്റ് ആർസിഎമ്മിനെ കുറിച്ചായാലും എന്ത് തന്നെയായാലും ഇന്നത്തെ നിയമം വെച്ചിട്ടാണ്. ഇതിന് മറ്റ് ക്ലാരിഫിക്കേഷൻസ് ഇനി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരുപാട് കച്ചവടക്കാർക്ക് സംശയം ഉള്ളതുകൊണ്ട് തന്നെ GST ഡിപ്പാർട്ട്മെന്റ് വിശദമായ ക്ലാരിഫിക്കേഷൻസ് മറ്റുള്ള നോട്ടിഫിക്കേഷൻസ് ഇറക്കുന്നത് പോലെ തന്നെ ഇതിനും ഇറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പം ഈ വരുന്ന നവംബർ 20ാം തീയതി നമ്മൾ 3B റിട്ടേൺ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഏറെ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഏറെ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാല്യുബിൾ വീഡിയോയുമായിട്ട് എത്തുന്നവരെയും നന്ദി, നമസ്കാരം.